ിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യുഎസ് പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം ഇന്ന് ചേരും. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഡൊണാൾഡ് ട്രംപിനെ വിജയിയായി സമ്മേളനം പ്രഖ്യാപിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന് 2 മാസത്തിനു ശേഷമാണ് യുഎസ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ചേരുന്നത്. നവംബർ 5-ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കമല ഹാരിസ് തന്നെ തന്റെ എതിരാളിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ സമ്മേളനത്തിൽ വിജയിയായി പ്രഖ്യാപിക്കുന്ന അപൂർവമായ ചടങ്ങിനും സമ്മേളനം സാക്ഷിയാകും. കമല ഹാരിസിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടക്കുക. സെനറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ എണ്ണുന്നതിന് കമല നേതൃത്വം നൽകും. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വേദനാജനകമാണെങ്കിലും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തം കമല ഹാരിസ് നിറവേറ്റുമെന്ന് കമല ഹാരിസിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു. ഇതാദ്യമായല്ല തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എതിരാളിയുടെ വോട്ടുകൾ എണ്ണാൻ നേതൃത്വം നൽകുന്നത്. 2001-ൽ അൽഗോറും 1961-ൽ റിച്ചാർഡ് നിക്സണും ഇതേ അപമാനം സഹിച്ചിട്ടുണ്ട്. ജനുവരി 20-നാണ് ട്രംപ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുക. ന്യൂ ഓർലിയൻസ്, ലാസ് വേഗാസ് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വെടിനിർത്തൽ ചർച്ചകൾ